പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങയുടെ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂച്ചപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹിമയെ മുദ്ര പതിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരുടെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിൻ്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോയെ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസികളെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികര രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസമ്മേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനസ്സേ പകരൂ ഗാനാമൃതം. തെളിയൂ തിരികളെ രാജരാജ സന്നിധി. ഉണരൂ മനസ്സേ പകരൂ ഗാനാമൃതം. തിരികളെ രാജരാജ സന്നിധിയിൽ. ഇന്നത്തെ വിശുദ്ധ കുർബാനയും നൊവേനയും ഏറ്റു നടത്തുന്നത് എടത്തിപ്പറമ്പൻ തോമൻ ബെന്നി വാളൂർ എന്നുള്ള സഹോദരനാണ്. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന കണ്ണമ്പള്ളി ഡോൺവിൻ ജോസിനെയും ഈ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഓഗസ്റ്റ് മാസം 13 വ്യാഴാഴ്ച നമ്മുടെ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ മധ്യസ്ഥ സഹായം ഇന്നത്തെ ദിവസം മുഴുവനും നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സംരക്ഷണത്തിലായിരിക്കാനുള്ള കൃപ നമുക്ക് അപേക്ഷിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി
നവമൊരു പീഠമൊരുക്കീടാം ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുമ്പാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നും ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തിൻ്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ മധ്യസ്ഥം തേടി ഞങ്ങൾ ഇന്ന് അർപ്പിക്കുന്ന ഈ ബലിയിൽ അങ്ങ് സംപ്രീതനാവുകയും ഞങ്ങൾ ഇന്ന് സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടരുളുകയും ചെയ്യുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. അനവധ്യൻ മമ നാഥനിൻ മഹിമയ്ക്കളവില്ലറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും നന്ദിയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന കർത്താവേ, അങ്ങയുടെ ജീവൻ നൽകുന്ന വചനങ്ങൾ കേൾക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരി, യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഗുരുവെ ശ്രവിച്ചാൽ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. പാപികളെ, നിങ്ങൾ കരങ്ങളെ ശുചിയാക്കുവിൻ. സന്നിഗ്ധ മനസ്കരെ, നിങ്ങളുടെ ഹൃദയങ്ങളെ ശുചിയാക്കുവിൻ. ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യുവിൻ. നിങ്ങളുടെ ചിരി കരച്ചിലായും നിങ്ങളുടെ സന്തോഷം വിഷാദമായും മാറട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കും, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. സഹോദരരെ, നിങ്ങൾ പരസ്പരം എതിർത്ത് സംസാരിക്കരുത്. സഹോദരനെതിരായി സംസാരിക്കുകയോ സഹോദരനെ വിധിക്കുകയോ ചെയ്യുന്നവൻ നിയമത്തിനെതിരായി സംസാരിക്കുകയും നിയമത്തെ വിധിക്കുകയും ചെയ്യുന്നു. നിയമത്തെ വിധിക്കുന്നെങ്കിൽ നീ നിയമം അനുസരിക്കുന്നവനല്ല, മറിച്ച് അതിൻ്റെ വിധികർത്താവത്രേ. നിയമനിർമ്മാതാവും ന്യായാധിപനുമായി ഒരുവനേയുള്ളൂ. അവിടുന്ന് രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ളവനാണ്. എന്നാൽ അയൽക്കാരനെ വിധിക്കാൻ നീ ആരാണ്? നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വചനം തിരുവചനം പകരും നിമിഷമിതാ, സ്നേഹദായകന്റെ മൊഴികൾ ശ്രവിക്കാനൊരുങ്ങിടാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 12-ാം അധ്യായത്തിൽ 49 മുതൽ 53 ഉൾപ്പെടെയുള്ള വചനങ്ങൾ. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അത് ഇതിനകം കത്തിജ്വലിച്ചിരുന്നെങ്കിൽ എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നത എന്ന് ഞാൻ പറയുന്നു. ഭിന്നിച്ചിരിക്കുന്ന 5 പേർ ഇനിമേലൊരു വീട്ടിലുണ്ടായിരിക്കും. 3 പേർ 2 പേർക്കെതിരായും 2 പേർ 3 പേർക്കെതിരായും ഭിന്നിച്ചിരിക്കും. പിതാവ് പുത്രനും പുത്രൻ പിതാവിനും എതിരായും, അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കും എതിരായും, അമ്മായിയമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരായും ഭിന്നിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവെ, സ്ലീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവ വിളിക്കനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, തിരുവചനം ഞങ്ങളെ അനുസ്മരിപ്പിക്കുന്നത് പോലെ ആത്മാവാകുന്ന അഗ്നിയിൽ ജ്വലിക്കുന്നവരായി മാറാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകൾ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാഴ്ചയായിടുന്നു എൻ ജീവിതാർച്ചനകൾ, പൂർണ്ണമായി നൽകിടുന്നു എൻ ദുഃഖവേദനകൾ. അലിവോടെ നാഥ സ്വീകരിക്കൂ ഞങ്ങൾ തൻ കാഴ്ചകളെ. കാഴ്ചയായിടുന്നു എൻ ജീവിതാർച്ചനകൾ, പൂർണ്ണമായി നൽകിടുന്നു എൻ ദുഃഖവേദനകൾ. അതുപോലാത്മജനം ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവന ബലിയിൽ. ആദിയിലെ പോലെന്നേക്കും ആമേനാമേ. സുതനുടെ പ്രേഷിതനാം
സ്നേഹിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായെയും നിന്നസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിൽ ഓർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൽ നിത്യം വാഴ്ത്തിടാം. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ഞങ്ങളെ അന്യാഗ്രഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ എന്ന് പറയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കുന്നവരെ സൂക്ഷിപ്പേക്ഷിക്കുവിൻ. വൈഭജനമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടുണ്ടാകട്ടെ. വിചാരങ്ങൾ ഉയരങ്ങളിലെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ
സമർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. സ്വർഗവാസികളുടെ ആയിരങ്ങളോടും മാലാഖമാരുടെ 10,000-ങ്ങളോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവരൊന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സൈന്യങ്ങൾ തൻ കർത്താവേ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ, അത്യുന്നതനായ ദൈവമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവേ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ, അത്യുന്നതനായ ദൈവമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ. ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കൈകൾ കൂപ്പി കണ്ണുകളെ അടച്ച് ഈശോയെ ധ്യാനിച്ച് ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനകൾ ഓരോന്നും ഈ ബലിവസ്തുക്കളോട് ചേർത്ത് നമുക്ക് സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും സമർപ്പിക്കുമ്പോൾ പിതാവേ ഞങ്ങളുടെ മേൽ
ജോർജാലഞ്ചേരി ലോകം മുഴുവൻ്റെമേൽ വിശുദ്ധ കരുണയുണ്ടാകേണമേ. ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസികൾ, മിഷണറിമാർ, അൽമായ പ്രേക്ഷിതർ, വൈദിക വിദ്യാർത്ഥികൾ എന്നിവർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ മരണം മൂലം വേർപിരിഞ്ഞു പോയി ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയും അവിടുത്തെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്ക് അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഇന്നത്തെ വിശുദ്ധ കുർബാനയും നൊവേനയും ഏറ്റു നടത്തുന്ന എടത്തിപ്പറമ്പൻ തോമൻ ബെന്നിക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയും ഇന്ന ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന ഡോൺവിനും വിമലിനും വേണ്ടിയും രോഗികളായി കഴിയുന്ന അനേകം മക്കൾക്ക് സൗഖ്യാനുഭവം ലഭിക്കുന്നതിന് വേണ്ടിയും അവരെ പരിചരിക്കുന്നവർക്ക് വേണ്ടിയും പ്രകൃതി ദുരിതങ്ങൾ മൂലം കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും രാജ്യത്തിൻ്റെ അതിർത്തികളെ സംരക്ഷിക്കുന്ന സൈനികർക്ക് വേണ്ടിയും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടിയും ഞങ്ങളുടെ ഇടവകയിലെ ഓരോ ഭവനത്തിനു വേണ്ടിയും ഈ ഇടവകയുടെ അതിർത്തികൾക്കുള്ളിൽ താമസിക്കുന്ന അനാജാതി മതസ്ഥരായ എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയും സാമ്പത്തികമായ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും കുടുംബ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയും ജോലിയില്ലാത്തവർക്ക് വേണ്ടിയും മക്കളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടിയും വിവാഹം നടക്കാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയും ഇടവക കാര്യാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടുത്തെ കാരുണ്യത്താൽ എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടിയും വിദേശ രാജ്യങ്ങളിലായിരിക്കും ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കൂടുതൽ ആവശ്യമുള്ള മറ്റെല്ലാവർക്കും വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കർത്താവെ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. നമുക്ക് കൈകൾക്ക് ഒപ്പം കണ്ണുകളെ അടച്ച് ശിരസ് നമിച്ച് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നതിന് വേണ്ടി നിശബ്ദരായി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവങ്ങളുടെ പോലെ നിർമ്മല വിശുദ്ധമായ ബലിപീഠം കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും ഈ ദൈവജനത്തെയും അങ്ങ് സുഗന്ധപൂരിതരാക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുവ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
തിരുമുമ്പിൽ വന്നു തിരുനാമം പാടി ആരാധിക്കുന്നു ഞങ്ങൾ. അൾത്താരയിൽ തിരുവോസ്തിയിൽ വാഴുന്ന വിശ്വൈകനാഥ, തിരുമുമ്പിൽ വന്നു തിരുനാമം പാടി ആരാധിക്കുന്നു ഞങ്ങൾ. ആരാധന 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 ആരാധന. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോടെ സമീപിക്കാം. അനുതാപത്തുളവാകുന്ന ക്ഷണത്തോടെ അപരാഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലെ വിദ്വേഷങ്ങളിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവരേശങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനം കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലോടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാക്കപ്പെടട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. നമുക്ക് കൈകൾ കൂപ്പി കണ്ണുകളെ അടച്ച് കർത്താവ് ഈശോയെ അരൂപിയായി നമ്മുടെ ഓരോരുത്തരെയും ഹൃദയങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ ദിവസം മുഴുവനും ഈശോയുടെ സംരക്ഷണത്തിൻ വലയത്തിലായിരിക്കാൻ നമുക്ക് അപേക്ഷിക്കാം. ഇന്നത്തെ വിചാരങ്ങളെയും ഇന്ന് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളെയും ഇന്ന് ചെയ്യുന്ന ജോലികളെയും പോകുന്ന സ്ഥലങ്ങളെയും യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയും ഇന്ന ദിവസം കണ്ടുമുട്ടാൻ പോകുന്ന എല്ലാ വ്യക്തികളെയും ദിവ്യകാരുണ്യ ഈശോയുടെ കൈകളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആരെയും വേദനിപ്പിക്കാതെ ഇന്നത്തെ ദിവസം ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം രോഗപീഠകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമ്മെ കാത്തു സംരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളായിരിക്കുന്ന ഇടവകയെയും ഈ ദേശത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കോവിഡ് രോഗം മൂലം കഷ്ടത അനുഭവിക്കുന്ന അനേക മക്കളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
ഇടവകയുടെ പ്രത്യേക നിയോഗങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. വിദേശ രാജ്യങ്ങളായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കാം. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേരുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ വിശുദ്ധ കുർബാനയേറ്റ് നടത്തുന്ന എടത്തിപ്പറമ്പൻ ബെന്നിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജന്മദിനം ആഘോഷിക്കുന്ന ഡോൺ വിനെയും വിമലിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ അനന്തമായ കരുണ ഞങ്ങളിൽ ഓരോരുത്തരിലും, ഞങ്ങളുടെ കുടുംബങ്ങളിലും, ഞങ്ങളുടെ ദേശങ്ങളിലും, ഞങ്ങളുടെ എല്ലാ കൂട്ടായ്മകളിലും വന്ന് നിറയണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവിതൈകും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സഹിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിനെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പരിശുദ്ധമായ ദിവ്യരഹസ്യങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി നൽകിയ അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് ഞങ്ങളൊന്നു ചേർന്ന് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മെശിഹായെ, പരിശുദ്ധമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ദൈവികമാം പരിപാവനമീ ബലിവഴിയായി നാഥനു സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. പ്രീതി കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേം നഗരത്തിൽ മാലാഖമാരുത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയരിലും നാഥൻ പരനിര ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആമേൻ. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി. ഇന്നലെ ഞങ്ങൾ സ്വീകരിച്ച ഈ കുർബാന കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. നമുക്ക് ഏറ്റവും ഭക്തിപൂർവ്വം വിശുദ്ധയുടെ നൊവേനയിൽ പങ്കുചേരാം. എന്നിട്ട് നൊവേനേറ്റ് നടത്തുന്ന എടത്തിപ്പറമ്പൻ തോമൻ ബെന്നിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. അങ്ങേ പക്കലെത്തുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ആദ്യ മനുഷ്യൻ്റെ പാപം നിമിത്തം അധപതിച്ച മനുഷ്യവംശത്തെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ അവിടുത്തെ ഏകജാതനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ച സ്നേഹനിധിയായ പിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിരന്തരമായ പ്രാർത്ഥനയും ആത്മപരിത്യാഗവും വഴി സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി കാണിച്ചു തന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യയെ ഞങ്ങളുടെ ഇടവക മധ്യസ്ഥയായി നൽകിയ ഈശോയെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വിശുദ്ധ റാണിയുടെ മാതൃക അനുകരിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും തകർച്ചകളിലും ദൈവ തിരുമനസ് കാണുവാനും
ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഇളം പ്രായത്തിൽ തന്നെ എല്ലാവിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും വേണ്ടെന്ന് വെച്ച് കർമ്മല സഭയിൽ അംഗമായി ചേരാൻ കൊച്ചുറാണിയെ തെരഞ്ഞെടുത്ത ഈശോനാഥ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. സന്യാസ സഭയിൽ ഓരോരുത്തർക്കും ദാരിദ്ര്യത്തിൻ്റെയും അനുസരണത്തിൻ്റെയും കന്യാത്വത്തിൻ്റെയും ഉത്തമ മാതൃകയായി ജീവിക്കുവാൻ ചെറുപുഷ്പത്തിന് കൃപ നൽകിയ ഈശോനാഥ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ആത്മീയ ശൈശവത്വത്തിൻ്റെയും ആഴമേറിയ വിനയത്തിൻ്റെയും മഹത്തായ മാതൃകയായി വിശുദ്ധ കൊച്ചു ത്രേസ്യായെ ഉയർത്തിയ ഈശോനാഥ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ ഇടവക ദേവാലയത്തിലെ സ്ഥാപനം മുതൽ ഇവിടെയും അയൽപ്രദേശങ്ങളുള്ള നാനാജാതി മതസ്ഥർക്ക് വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ മധ്യസ്ഥത്താൽ ആത്മീയവും ശാരീരികവുമായ നിരവധി അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈശോനാഥ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പരിഹാര പ്രാർത്ഥന. പാപത്തെ വെറുത്ത് പാപികളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ ഈശോയെ, ദൃശ്യവും അദൃശ്യവുമായ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ദൈവപ്രസാദവരത്തിന്റെ വഴികളിലൂടെ നയിച്ച് ഞങ്ങളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തണമേ. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിച്ചും സ്നേഹിച്ചും ദൈവസ്നേഹത്തിൽ വളരുവാനുള്ള തീക്ഷ്ണത ഞങ്ങളിൽ നിറയ്ക്കണമേ. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു വളരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. ആമേൻ. പ്രാർത്ഥനയിലൂടെയും സഹനത്തിലൂടെയും ഉണ്ണീശോയെ പ്രസാദിപ്പിച്ച വിശുദ്ധ കൊച്ചു ത്രേസ്യായെ പോലെ മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങളിൽ ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങി ജീവിക്കുവാനുള്ള വരം ലഭിക്കുന്നതിന് വിശുദ്ധ കൊച്ചു ത്രേസ്യായെ ഉണ്ണീശോയോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുവിനെന്ന ആഹ്വാനം സ്വീകരിച്ച വിശുദ്ധയെപ്പോലെ ആത്മീയ ചൈതന്യവും ത്യാഗമനസ്ഥിതിയുമുള്ള ധാരാളം പ്രേക്ഷിതരെ തിരുസഭയ്ക്ക് ലഭ്യമാക്കുന്നതിന് വിശുദ്ധ കൊച്ചു ത്രേസ്യായെ ഉണ്ണീശോയോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിൽരഹിതരായ യുവതി യുവാക്കൾക്ക് ഉചിതമായ തൊഴിൽ കണ്ടെത്താനും യഥാസമയം ജീവിതാവസ്ഥയിൽ പ്രവേശിക്കാൻ അനുഗ്രഹം ലഭിക്കുന്നതിന് വിശുദ്ധ കൊച്ചു ത്രേസ്യായെ ഉണ്ണീശോയോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ നാട്ടിലെ വിവിധ മതങ്ങളും രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം ബഹുമാനിച്ച് സൗഹാർദ്ദത്തിൽ ജീവിക്കുവാനുള്ള വരം ലഭിക്കുന്നതിന് വിശുദ്ധ കൊച്ചു ത്രേസ്യായെ ഉണ്ണീശോയോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ഞങ്ങളുടെ മക്കൾ ഈശ്വര വിശ്വാസത്തിലും സൽസ്വഭാവത്തിലും വിദ്യാഭ്യാസത്തിലും ഉയർന്ന നിലവാരം പുലർത്തി കുടുംബത്തിനും സമൂഹത്തിനും നന്മയുടെ ദീപം തെളിക്കുന്നവരാകാൻ വരം ലഭിക്കുന്നതിന് വിശുദ്ധ കൊച്ചു ത്രേസ്യായെ ഉണ്ണീശോയോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ മധ്യസ്ഥത്തിനായി നമ്മുടെ കൂട്ടായ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കൊറോണ വൈറസിൻ്റെ പിടിയിൽ നിന്നും ഈ ഇടവകാതിർത്തിക്കുള്ള എല്ലാവരെയും ഓരോ ദിവസവും വിശുദ്ധ ബലിയിൽ നമ്മോടൊപ്പം പങ്കുചേർന്നവരെ അവരായിരിക്കുന്ന സ്ഥലങ്ങളെയും സംരക്ഷിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണയുകയും നിലനിൽക്കുകയും ചെയ്യട്ടെ. ഈ നൊവേന തിരുനാളിൽ സംബന്ധിച്ച് എല്ലാവരെയും വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ മാധ്യസ്ഥം വഴി എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി സമ്പന്നരാക്കണമേ. ഈ ഇടവക അതിർത്തിയിലും അയൽപ്രദേശത്തുമുള്ള നാനാജാതി മതസ്ഥരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളെല്ലാവരും മനസ്സമാധാനത്തിലും സ്നേഹക്കൂട്ടായ്മയിലും ജീവിക്കാൻ ഇടവരുത്തണമേ. മരണാനന്തരം അങ്ങയോടും അങ്ങയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോടും വത്സലപുത്രിയായ ചെറുപുഷ്പത്തോടും കൂടെ സ്വർഗത്തിൽ നിത്യാനന്ദം അനുഭവിക്കുവാൻ ഞങ്ങളേവരെയും അങ്ങ് യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ പ്രത്യേകമായ മധ്യസ്ഥ സഹായവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ, നിൻ ചാരത്തോടി അണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ.
ഒരു നാളും കൈവിടില്ലല്ലോ തായേ. മറ്റന്നാൾ ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യദിനം, ഒപ്പം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളും വിശുദ്ധ അന്തോണീസിൻ്റെ ജന്മദിന തിരുനാളും ആഘോഷിക്കുന്ന ദിവസമാണ്. നമ്മുടെ ഇടവകയിലെ കാറ്റീസം സ്റ്റാഫിൻ്റെയും SMYM-ലെ ലീഡർമാരുടെയൊക്കെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് ശനിയാഴ്ച മുതൽ കടമുള്ള ദിവസങ്ങളിൽ രണ്ടാമത്തെ കുർബാന കൂടി ഉണ്ടായിരിക്കും. 10 മണിക്കായിരിക്കും രണ്ടാമത്തെ കുർബാന. ശനിയാഴ്ച രാവിലെ 6:30 പതിവ് പോലെ കുർബാന ഉണ്ടാകും. രണ്ടാമതൊരു കുർബാന കൂടെ 10 മണിക്ക് ഉണ്ടായിരിക്കും രാവിലെ. എല്ലാ ഞായറാഴ്ചകളിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പങ്കെടുക്കാവുന്നതാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. 10 മണിക്കായിരിക്കും രണ്ടാമത്തെ കുർബാന. നമ്മൾ ബൈബിൾ സംബന്ധമായിട്ടുള്ള കുറച്ച് മത്സരങ്ങൾ ലോക്ക്ഡൗൺ ദിനങ്ങളിൽ SMYM-ൻ്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. അതിൻ്റെ വ്യക്തിപരമായ സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് തലത്തിലുള്ള അവാർഡുകൾ കൊടുത്തിട്ടില്ല. അത് ഓഗസ്റ്റ് 15-ാം തീയതി രാവിലെ 10 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നൽകുന്നതായിരിക്കും. യൂണിറ്റ് ഭാരവാഹികളെ SMYM ഭാരവാഹികൾ അത് അറിയിക്കുന്നതായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. എവ്പ്രാസ്യമ്മയുടെ തിരുനാളിനോടനുബന്ധിച്ച് നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ എവ്പ്രാസ്യമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചെറിയ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ക്യാഷ് അവാർഡാണ് സമ്മാനമായിട്ട് കൊടുക്കുക. അതിൻ്റെ വിശദ വിവരങ്ങൾ ഇന്ന് പള്ളിയുടെ ഗ്രൂപ്പിലും അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഗ്രൂപ്പുകളിലൊക്കെ അയച്ചു തരുന്നതായിരിക്കും. അതിൻ്റെ മത്സരത്തിനുള്ള ഇനങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രായം തിരിച്ചാണ് മത്സരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പങ്കെടുക്കുന്നവർ പങ്കെടുക്കുന്ന അത് വീഡിയോ ആയിട്ട് അയക്കേണ്ട നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട്. സിസ്റ്റേഴ്സിൻ്റെ ഒരാളുടെ നമ്പറാണ്, ആ നമ്പറിലേക്കാണ് അയക്കേണ്ടത്. അപ്പോൾ എവ്പ്രാസ്യമ്മയുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് അതെടുക്കാനായിട്ട് പരിശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സമ്പൂർണ്ണ ബൈബിൾ വായിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലോക്ക്ഡൗൺ കാലത്തിൽ നമ്മൾ ചെയ്തു വന്നത്. മത്സരം നിർത്തിക്കഴിഞ്ഞപ്പോൾ വായനക്കാരുടെ എണ്ണം കുറഞ്ഞു. പക്ഷേ 5 പേര് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വായിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ വായന ഇപ്പോൾ ജോബിൻ്റെ പുസ്തകം വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അത് വായന കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് പ്രത്യേകം നന്ദിയും കൂടെ ഈ അവസരത്തിൽ പറയുകയാണ്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ